ഇതല്ലേ കേരള സ്റ്റോറി എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത് കേരള സ്റ്റോറി മാത്രമല്ല, ഇതാണ് മാനവികതയുടെ കഥ, മനുഷ്യത്വത്തിൻ്റെ കഥ. നന്ദി പ്രിയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അങ്ങ് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ കണ്ടതിന് വയലാർ എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ജനിക്കുന്നു എന്നാണ്. പലപ്പോഴും മതപണ്ഡിതന്മാരെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുകയും പരിധിയിൽ കവിഞ്ഞുള്ള വിമർശനങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ ഈ ഇടപെടൽ ഒരിക്കൽ കൂടി അതിൻ്റെ കാൽപ്പനികമായ സൗന്ദര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ മനുഷ്യന് ഇനിയും സാധ്യതകളുണ്ട് എന്നതിൻ്റെ ഒരു നിമിഷം കൂടിയായിരുന്നു ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. അതുകൊണ്ടാണ് ഇത് കേവലം കേരള സ്റ്റോറി മാത്രമല്ല, ഇത് മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ സ്റ്റോറി കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഈ ഇടപെടലിന് ഒരുപാട് പേർ നന്ദി അർഹിക്കുന്നുണ്ട്. അതിലൊന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഒരിക്കൽ കൂടി കേരളം കേൾക്കണം. അവിടെ പ്രതിക്ക് പ്രായശ്ചിത്തം കൊടുത്ത് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. ആ കുടുംബങ്ങൾ ആരെന്നറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചില്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. അതവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവർ അംഗീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എന്നെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ഇതൊരു യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് സർക്കാർ പോലും പരാജയപ്പെട്ടു നിൽക്കുന്നിടത്ത്, നിസ്സഹായമായി നിൽക്കുന്നിടത്ത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെയൊക്കെ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സർക്കാരിനെ മാത്രം ആശ്രയിച്ചാൽ സാധ്യമാകാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം ഈ ചർച്ചകൾ നടക്കുന്നതിനെല്ലാം സർക്കാർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ദിയാധനം പോലെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന് തീരുമാനമെടുക്കുന്നതിന് പരിമിതികളുണ്ട്. അത് നമ്മൾ മുൻപ് കണ്ടിരുന്നതുമാണ്. അവിടെ പൊതുസമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് പ്രാധാന്യം ഉള്ളത്. നോക്കൂ, യമനിലെ അവസ്ഥ എന്താ? യമനിലെ പൊതു അവസ്ഥ എന്നുള്ളത് അത്രമേൽ അരക്ഷിതമായ അവസ്ഥയാണ്. യമനിൽ 2 സർക്കാരുകൾ ഇപ്പോഴുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വടക്കൻ യമൻ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അവിടെ സനയടക്കമുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നതാവട്ടെ അന്താരാഷ്ട്ര സമൂഹം ഇന്നേ വരെ അംഗീകരിക്കാത്ത നിയമരീതികളും ശിക്ഷാരീതികളുമാണ്. ഇന്നും ഏറ്റവും ക്രൂരമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ഏതൊക്കെ രീതിയിലാണെന്നറിയാമോ? കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട് യമനിൽ. അടുത്ത കാലത്ത് അത് കുറച്ച് കുറവാണ്. വധശിക്ഷ നടപ്പിലാക്കുന്നത് വെടിവെച്ച്, അതായത് ഒരൊറ്റ വെടിക്ക് ജീവൻ വെടിയണം എന്നുള്ളതാണ് അവരുടെ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹൂതികളാകുമ്പോൾ അത് പുറം ലോകം അറിയാറുമില്ല പലപ്പോഴും. ആ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തല വെട്ടുക എന്നുള്ളത്, ഒറ്റ വെട്ടിന് ശിരച്ഛേദം ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രാകൃതമായിട്ടുള്ള വിധി. ചാട്ടവാറടിയോടുകൂടിയാണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടതെന്ന് അവരുടെ ഹുദൂദ് എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ഹൂതികളുടെ നിയമപുസ്തകത്തിലും ശിക്ഷാവിധിയിലും പറയുന്നു. ഏതിനൊക്കെയാണ് വധശിക്ഷ വിധിക്കുന്നതെന്ന് അറിയാമോ? അതായത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കുറ്റങ്ങളുടെ പട്ടികയിൽ ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ പോലും വധശിക്ഷയ്ക്ക് വിധേയമാണ് യമനിൽ. ഏതാണ്? ഒന്ന്, സ്വവർഗ പ്രേമം. സ്വവർഗ പ്രണയത്തിന് വധശിക്ഷ കൊടുക്കുന്ന രാജ്യമാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല എന്ന് ഓർമ്മിക്കണം, പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും, മാനസിക വൈകല്യമുള്ളവരെ പോലും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പ്രാകൃതമായ ഏർപ്പാടുള്ളതാണ് ഈ ഹൂതി ഭരിക്കുന്ന ഈ വടക്കൻ യമൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളും പാലിക്കാത്ത ഹൂതി വിഭാഗം ഭരിക്കുന്ന ഒരിടമാണ് ഈ യമൻ എന്ന് പറയുന്നത്. ആ ഭാഗത്താണ്, വടക്കൻ യമൻ എന്ന് പറയുന്ന ഈ സനയിലെ ഭാഗത്താണ് നിർഭാഗ്യവശാൽ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരിക്കുന്ന റാഷിദ് അൽ അലീമിയുടെ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ പരിമിതികളേറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നയതന്ത്ര ബന്ധം ഒരു ഒഫീഷ്യൽ ചാനൽ റൂട്ട് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല യമനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എംബസി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. പകരം അത് ജിബൂട്ടി വഴിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർ വഴി മാത്രമേ അപ്പോഴും സംസാരിക്കാൻ പറ്റൂ. പക്ഷേ ആരുമായി സംസാരിക്കണം? നിങ്ങൾക്ക് സംസാരിക്കാൻ മെഹ്ദി അൽ മഷീദുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നമുക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായുള്ളൊരു ഹോട്ട് ചാനൽ ഇന്ത്യൻ സംവിധാനത്തിലില്ല. വടക്കൻ യമൻ ഭരിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ ആരുമായിട്ട് സംസാരിക്കും? ആരെയാണ് കാണേണ്ടത്? തലാലിൻ്റെ കുടുംബം ആരാണ്? എവിടെയാണുള്ളത്? ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ആർക്കുമില്ല. പൂർണ്ണമായും ഇരുട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതന്മാരെ മധ്യസ്ഥതയോട് കൂടി ചേർത്ത് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഒരു
ഒരു അധ്യായം കൂടി എഴുതി ചേർക്കാണ്, ഒരു അധ്യായം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, ആ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നന്ദി ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും ഇന്ന് കാന്തപുരത്തെ അഭിനന്ദിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. ചേർത്ത് പിടിക്കേണ്ടതാണ് ആ കരുതൽ എന്ന് പറയുന്നത്. അത് കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഞാൻ ഇത് ഓർമ്മിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഫയലിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം. എനിക്ക് തോന്നുന്നു വി മുരളീധരനാണ് എന്ന് തോന്നുന്നു കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് നിംസിൽ പോയി ഉമ്മൻചാണ്ടിയെ കാണുന്നു. ഉമ്മൻചാണ്ടി അന്ന് മുരളീധരനോട് പറഞ്ഞതായിട്ട് വി മുരളീധരൻ്റെ ഒരു ബൈറ്റ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. വി മുരളീധരൻ പറയുന്നത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചല്ല ഉമ്മൻചാണ്ടി പറഞ്ഞത്, പകരം നിമിഷപ്രിയയെക്കുറിച്ച് പറയാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത് എന്ന് അന്ന് വി മുരളീധരൻ പറയുന്നുണ്ട്. ഇതേ കാര്യം യൂസഫ് അലിയെക്കുറിച്ചും പറയുന്നുണ്ട്. യൂസഫ് അലി അന്ന് ആലുവയിൽ ഗസ്റ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടിയെ കാണാൻ വരുന്ന സമയത്ത് അന്ന് വളരെ നേർത്ത ശബ്ദത്തിൽ ഉമ്മൻചാണ്ടി പറയുന്നത് നിമിഷപ്രിയ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും അവസാന നിമിഷം പോലും നിമിഷപ്രിയയുടെ മോചനത്തിനുമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കണമെന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഗവർണറെ പോയി കണ്ടതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതും. ഇപ്പോൾ എനിക്ക് ചില വിവരങ്ങൾ അറിയാം, നമ്മളിൽ പലർക്കും ആ വിവരങ്ങൾ അറിയാം. ചാണ്ടി ഉമ്മൻ ഇന്ന് പുലർച്ചെ വരെ യമനിലെ ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണോ എന്നതിലൊരു ഔദ്യോഗിക കൺഫർമേഷൻ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോലും അത് ക്ലെയിം ചെയ്യാത്തത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഇടപെട്ടിട്ടാണ്. അങ്ങനെ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പക്ഷേ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അത് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടും അതേപോലെ ദയാധനം ശേഖരിക്കുന്ന കാര്യത്തിലുമൊക്കെ ചാണ്ടി ഉമ്മൻ്റെ ഉറപ്പിനെക്കുറിച്ച് കാന്തപുരം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാന്തപുരം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മരിച്ചുപോയെങ്കിലും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മകൻ ചാണ്ടി ഉമ്മനും ആ അർത്ഥത്തിൽ പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഒരു വിഭാഗത്തിലുള്ള ആളുകളെ കൂടി മറന്നു പോകരുത്, റഹീം ട്രസ്റ്റ്. എന്താ കാരണം? റഹീം ട്രസ്റ്റിൻ്റെ മിച്ചമൂല്യത്തിൽ വന്ന അല്ലെങ്കിൽ മിച്ചധനം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു തീരുമാനം അവരിൽ ചില ആളുകൾ എടുത്തിരുന്നു. നോക്കൂ, ഏതു മതത്തിൽപ്പെട്ടവരുമാവട്ടെ, മരണത്തിനു മുന്നിൽ നിങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് മാനവികതയും റിയൽ സ്റ്റോറിയും ഒക്കെ പൂക്കുന്നത്. അതിനൊരുമിച്ച് കുറച്ച് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അരുള്, അൻപ, അനുകമ്പ, ഇവ മൂന്നിനും പൊരുളാണൊന്ന് ജീവതാരകം എന്ന് പറയുന്നത് പോലെ ഒരു മനോഹരമായ നിമിഷമായിട്ടത് മാറുന്നു. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആയുസ് അല്പം നീട്ടിക്കൊടുക്കുമ്പോൾ, അതിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങെടുത്ത ഈ തീരുമാനം നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യരായി കണ്ട് ജീവിക്കാൻ പ്രതീക്ഷയോടുകൂടി നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഈ നാടിൻ്റെ വൈവിധ്യത്തിൻ്റെ സമ്പന്നത കൂടിയാണ്. നോക്കൂ, പരാജയപ്പെട്ട എല്ലാ മനുഷ്യരും നിൽക്കുന്ന സമയത്ത് 94 വയസ്സുള്ളൊരു മനുഷ്യൻ തൻ്റെ പണ്ഡിത ശ്രേഷ്ഠന്മാരായ സുഹൃത്തുക്കളെയും സമൂഹത്തെയും ചേർത്ത് പിടിച്ച് ഒരു താൻ ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത, താൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, താൻ ഇന്നേവരെ പോയി ചർച്ച ചെയ്തിട്ടില്ലാത്ത മനുഷ്യരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. ലോകത്തിൻ്റെ 2 കോണുകളിലിരുന്ന് ഈ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിന് ഭാഷ പ്രശ്നമാണ്, പക്ഷേ അവർ സംസാരിക്കുന്ന വിഷയത്തിന് ഭാഷ വിഷയമേ ആയിരുന്നില്ല. അത് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ജീവൻ്റെ ഭാഷയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അങ്ങേക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി. ഒപ്പം ചാണ്ടി ഉമ്മന്, ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക്, കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അടക്കം ഇതിനുവേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ്. ആ അർത്ഥത്തിൽ ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി. ഇത് മാത്രമല്ല, വഴി തീർന്നിട്ടുമില്ല. ഇനി എത്ര ദൂരം കിടക്കും? ഇനി ദൂരമുണ്ട്. ഇനിയാണ് നമ്മൾ ഒരുമിച്ച് ഇനിയാണ് പോകേണ്ടത്. റൈറ്റ്. Meet the editors.